സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം സിറ്റുവേഷൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ അനർഗളം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളോട് വെളിപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതുകൊണ്ടും ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ എത്രയോ മനോഹരമായിട്ട് മറ്റുള്ളവർക്ക് ഹേർട്ടാവാത്ത രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു മനുഷ്യനിൽ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുന്നത്. അത് എനിക്കുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഞാനിവിടെ സംസാരിക്കുകയാണ്. എഗെയിൻ നമ്മൾക്ക് മാരാറിനെ പിടിച്ചുനിന്നിടാം. മാരാർ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, മാരാറിനെ പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അതിനേക്കാൾ ഉപരി പറയാനുള്ളത് മാരാർ പറഞ്ഞ ഈ പോയിന്റ്സിൽ സ്ത്രീ വിഷയത്തെ പറ്റി സംസാരിച്ചതാണല്ലോ ഏറ്റവും വലിയ വിഷയമായത്. ഓഫ് കോഴ്സ് അത് മാരാർക്ക് പറയാനും പറ്റില്ല. ഇനി മാരാരോട് പറഞ്ഞ ആൾ തന്നെ സ്ത്രീകൾ വന്ന് പറയാൻ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഈ ഒരു ടോക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിനെ നല്ല രീതിയിൽ വൃത്തികെട്ട രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. കാരണം സ്ത്രീകളുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ്സ്, വോയിസ് മെസ്സേജസ്, കോൾസ് കാര്യങ്ങളെല്ലാം ഭയങ്കര ഓക്വേർഡാണ്. അപ്പം സീസൺ 6 അതിലുള്ളിലെ ലേഡീസ് കണ്ടസ്റ്റൻസിന് വരെ സംഭവം എഫക്റ്റ് ആവുന്നുണ്ട്, അവരുടെ വോട്ടിന് വരെ എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സീസൺ 6 ഗബ്രി, അതായത് ജാസ്മിൻ ഗബ്രിയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, ഗബ്രി ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാനടക്കം റിവ്യൂ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോർ ദ ഗോഡ് സേക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മാരാർ സംസാരിച്ച കാര്യങ്ങൾ മാരാർക്ക് അറിയാം, അല്ലെങ്കിൽ മാരാരോട് പറഞ്ഞ സ്ത്രീകൾക്ക് അറിയാം. അതങ്ങോട്ട് മാറ്റി നിർത്തുക. അത് അവരുടെ കയ്യിൽ വോയിസ് ഉണ്ടെന്ന് പറയുന്നു, പ്രൂഫ് കാണിക്കാമെന്ന് പറയുന്നു, മാരാരെ ഏഷ്യനായിട്ട് ടീമിനെ കാണിക്കാമെന്ന് പറയുന്നു. അത് ആ രീതിയിൽ കാണിച്ചു പോട്ടെ. എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീയും ഈ സൊസൈറ്റിയെ പേടിച്ചിട്ട് മുന്നിൽ വന്ന് നിന്നിട്ട് ഞാനാണ് ആ വിക്ടിം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഒരു പെൺകുട്ടി പറഞ്ഞു തോന്നുന്നു. ആ പെൺകുട്ടി എന്താണ് പറഞ്ഞത്? ഞാൻ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു. അതെന്താണ് ഈ ആരോ ഒരാൾ? അതെന്താണ് ആരോ ആയിപ്പോയത്? ആരാന്നറിയില്ലേ, ഓർമ്മയില്ലേ, മുഖം ഓർമ്മയില്ലേ, പേര് ഓർമ്മയില്ലേ? ഇങ്ങനെ ഒരു വൃത്തികേട് ചോദിക്കുമ്പോൾ അയാളുടെ പേരന്വേഷിക്കാൻ ആ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാനും ഒരു പക്ഷേ റിയാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ആ കുട്ടിക്ക് പേടിയായിരിക്കാം. പക്ഷെ പേരുണ്ടാവുമല്ലോ, ആ പേരും ആ കുട്ടി അവിടെ പറഞ്ഞിട്ടില്ല. അഖിൽമാരാർ പറഞ്ഞത് ശരിയാണെന്നും പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പല കമൻസും ഞാൻ കണ്ടു. ജാസ്മിനാണ് കപ്പ് കൊടുക്കുന്നത്, ജാസ്മിൻ ഇങ്ങനത്തെ രീതിയിൽ പോകുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അറിയാത്ത കാര്യങ്ങൾ ദൈവത്തെ ഓർത്ത് പറയാതിരിക്കുക. ശരിയാണ്, ആ കുട്ടി അതിൻ്റെ ഉള്ളിൽ ഗബ്രിയായിട്ട് കമ്പനിയാണ്, കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അഖിൽമാരാർ സംസാരിച്ച കാര്യവും ജാസ്മിനെയും അല്ലെങ്കിൽ സീസൺ 6 കണ്ടസ്റ്റൻസ് ലേഡീസിനെ കണക്ട് ചെയ്ത് ദൈവത്തെ ഓർത്ത് സംസാരിക്കാതിരിക്കുക, അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, കേൾക്കാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാതിരിക്കുക, കണ്ട കാര്യങ്ങൾ ഒന്നുകിൽ റീചെക്ക് ചെയ്തതിന് ശേഷം പറയുക. അതൊക്കെയാണ് ഒരു ബേസിക് മാന്യത എന്ന് പറയുന്നത്. അപ്പം സീസൺ 6 ഈ ഒരു സംഭവം നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി ചെയ്ത തെറ്റുകളും ആ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു ടോക്കാണ് മറ്റു പുരുഷന്മാരായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത്. അത് അറിയാത്തത് പറയുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ഈ എനർജിയും കോൺഫിഡൻസും ഒക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾക്കുണ്ട് അമ്മയും പെങ്ങളും കുടുംബവും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം മനുഷ്യത്വം ഉണ്ടെങ്കിൽ മറ്റു സ്ത്രീകൾക്കും അവരുടെ കുടുംബത്തിനും അവരെ ബാധിച്ച് നിൽക്കുന്ന ആൾക്കാർക്കും എത്രത്തോളം എഫക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് ഒരു മനുഷ്യനാവുന്നത്. അല്ലാതെ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും സേഫാണ്, മറ്റുള്ളവരെന്തും പറയാന്നുള്ള ചിന്താഗതി കരണം പൊളിയാത്തതിൻ്റെ ഉത്തമ അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇതിനൊക്കെ കൂടി കണക്ട് ചെയ്ത് ആ പെൺകൊച്ചിനെ ഇനി വേറെ രീതിയിൽ മോശം ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ജബ്രി സംഭവങ്ങൾ ഞാൻ തമാശ ഇൻ ദ സെൻസ് ലൈക്ക് കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടി കാണിക്കുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അഖിൽ വെച്ച ലൈൻ വെച്ച് കണക്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക. അത് സീസൺ 6 വരെയുള്ള സ്ത്രീകളെ പറ്റി സംസാരിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി വന്ന് സംസാരിക്കും. ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്തു, അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി വന്ന് സംസാരിക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ മാരാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ത്രീ വിഷയമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മാരാർ അവിടെ വോയിസിൽ പറഞ്ഞു, പെൺകുട്ടിയുടെ പേര് പറഞ്ഞു നോക്കിയാൽ ആ പെൺകുട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാതെയാണ് മാരാർ അത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ മാരാർക്കെതിരെ കേസ് കൊടുക്കാം. എൻ്റെ അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു സംഭവം ഞാൻ ഹൈഡാക്കി വെച്ചു, അല്ലെങ്കിൽ നിന്നോടുള്ള വിശ്വാസം കൊണ്ട് നീ അത് പറഞ്ഞു, നീ അത് പബ്ലിക്കിൽ പറഞ്ഞു, അപ്പോൾ നീ എങ്ങനെ വേണമെങ്കിലും സാധനങ്ങൾ തിരിയാം. ഇത് മറ്റേ തീപ്പെട്ടിക്കുള്ളി കത്തിച്ചിട്ട് തല ചൊറിയുന്ന അവസ്ഥയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അറിയാത്ത പാട്ട് പാടാതിരിക്കുക. അറിയുന്ന പാട്ടാണെങ്കിലും ഇടയ്ക്കൊക്കെ BGM നന്നായിട്ട് പാടുക, ഹമ്മിങ് ഇട്ട് പാടുക. അല്ലാതെ ആ പെൺകൊച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഉള്ള സീസണിൽ കൂടെ പോയ പെൺകുട്ടികളെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കളിക്കുന്ന പെൺകുട്ടികൾ
അനാവശ്യം പറയാതിരിക്കുക. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുക എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്. ഞാൻ പറയുന്നത് എത്ര പേര് കേൾക്കും എത്ര പേര് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യം പറയാതിരിക്കും. ഇപ്പം കഴിഞ്ഞ ഇതിൽ പറഞ്ഞില്ലേ സീസൺ 3 ഫിറോസിൻ്റെ അങ്ങനെ ഒരു സംഭവം ആ കൊച്ചു പറയുന്നത് ആ കുട്ടിയായിട്ട് എനിക്ക് അത്ര കണക്ഷനൊന്നുമില്ല, ആരാ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, അതൊന്നും ഓർമ്മയില്ല, ഒരു സാധനം ഓർമ്മയില്ല. ഇവരോടൊക്കെ നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കാലേ വീണ് കരഞ്ഞ് പിണഞ്ഞ് ഭാവിയുണ്ട് ചേച്ചി കളയല്ലേ കുണയല്ലേ എന്നൊക്കെ പറഞ്ഞ് കറിയും. ഈ കമൻറ്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഭാവിയൊക്കെ ഉത്തരത്ത് മറ്റേ എലി കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അറിയാൻ പാലാത്തോണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഷോയെ ബാധിക്കുന്ന രീതിയിൽ അത് വരട്ടെ. ഇപ്പോൾ എന്തായാലും സത്യങ്ങൾ പുറത്തേക്ക് വരട്ടെ. എത്ര ഹൈഡ് ആക്കിയാലും സത്യങ്ങൾ പുറത്തേക്ക് തന്നെ വരും. അത് നിങ്ങളായിട്ട് ട്വിസ്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ അപ്പിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചുമ്മാ കമൻറ്റ് ചെയ്യുന്നത്. ആ കമൻറ്റ് ഹിറ്റ് ചെയ്യുന്നത് ഒരു കുടുംബത്തിലോട്ടാണ്, ഒരാളുടെ ഹൃദയത്തിലോട്ടാണ്, ഒരാളുടെ ഇമോഷൻസിലോട്ടാണ്. അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. അപ്പോൾ അനാവശ്യ കഥകൾ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ കഥ ഉണ്ടാക്കി വല്ല സിനിമ ഉണ്ടാക്കാനോ നോക്ക്. വെറുതെ ലൈഫ് കളയണം എന്തിനാ മറ്റുള്ളവരുടെ. ഓക്കെ, അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുക. ഗുഡ് വൈബ്സ്, സ്റ്റേ ബ്ലെസ്ഡ്.